എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇത് സാരംഗ്. ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ കുറേയൊക്കെ മറ്റ് ചാനലുകൾ വഴി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പം ഞങ്ങൾ കൊച്ചു കൊച്ചു വീഡിയോകൾ എടുത്ത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണേ. ഇന്ന് നമ്മൾക്ക് ഇവിടെ പൂക്കളം തയ്യാറാക്കാനായി കൃഷി ചെയ്ത ചെണ്ടുമല്ലി കൃഷി കണ്ടാലോ. പണ്ടൊക്കെ നമ്മൾ ഓണത്തിന് പൂക്കളം ഇടുന്നത് നമ്മുടെ തൊടിയിലുള്ള പൂക്കൾ ശേഖരിച്ചിട്ടാണ്. പിന്നീടത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന പൂക്കളെ ആശ്രയിച്ചായി. ഞാൻ സാധാരണ ഈ തൈകൾ വാങ്ങി തന്നെയാണ് നടാറ്. കുറേ കാലമായിട്ട് ഇവിടെ പൂക്കളം ഇടുന്നത് ഇവിടെ തന്നെ കൃഷി ചെയ്യുന്ന പൂക്കൾ തന്നെ ഉപയോഗിച്ചിട്ടാണ്. പൂ മാർക്കറ്റിൽ നിന്ന് വാങ്ങാതെ നമ്മൾ തന്നെ കൃഷി ചെയ്ത് പൂക്കളം ഇടുമ്പോൾ അതിനൊരു സന്തോഷം വേറെയല്ലേ. മഞ്ഞ, ഓറഞ്ച് എന്നീ കളറുകളിലുള്ള ചെടികളാണ് സാധാരണയായി നമ്മളിവിടെ കൃഷി ചെയ്യാറ്. ഓണത്തിന് പൂക്കൾ കിട്ടണമെങ്കിൽ നമ്മൾ ഏകദേശം ഒരു 3 മാസം മുമ്പേ ഇത് പ്ലാന്റ് ചെയ്യണം. ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ ഇതിപ്പോൾ ജൂണിൽ പ്ലാന്റ് ചെയ്ത തൈകളാണ് ഇപ്പോൾ ഈ പൂവിട്ട് നിൽക്കുന്നത്. ഈ തൈകൾ നട്ട് ഏകദേശം 1 മാസം ആകുമ്പോൾ അതിൻ്റെ മണ്ട നുള്ളുന്നത് നല്ലതായിരിക്കും. കാരണം അത് കൂടുതൽ ബ്രാഞ്ചസ് ഉണ്ടാവാനും പിന്നെ കൂടുതൽ ബുഷിയായി നിൽക്കുന്നതിനും അത് നന്നായിരിക്കും. നമ്മളിങ്ങനെ നുള്ളിയെടുക്കുന്ന ആ ഭാഗം ചെറു ചട്ടുകളിലാക്കി തണലത്ത് വെക്കാമെങ്കിൽ ഏകദേശം കുറച്ച് ദിവസം കൊണ്ട് തന്നെ അതിന് വേര് മുളയ്ക്കും. പിന്നെ അത് നമ്മൾ പുതിയൊരു ചെടിയായിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ കിട്ടുന്ന ആ പുതിയ ചെടികളും ഏകദേശം ഈ മദർ പ്ലാന്റ് പൂവിടുന്ന സമയത്ത് തന്നെ പൂവിടുന്നതായിരിക്കും. ഇവിടെ ഞാൻ പച്ചക്കറി കൃഷി ചെയ്യുന്നതുകൊണ്ട് ഈ ചെടികൾ ഇടയ്ക്കിടയ്ക്ക് ഈ കൃഷിയിടത്തിലെ പല ഭാഗങ്ങളിലായിട്ട് എപ്പോഴും നട്ടുപിടിപ്പിക്കാറുണ്ട്. കാരണം ഇത് ഈ കീടങ്ങളെ അകറ്റുമെന്ന് പറയപ്പെടുന്നു. വയനാട്ടിലെ മലവെള്ളപ്പാച്ചിലിൽ ജീവൻ പൊലിഞ്ഞവരെയും കഷ്ടത അനുഭവിക്കുന്നവരെയും സ്മരിച്ചുകൊണ്ട്
ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഒരു ഓണം ആശംസിക്കുന്നു.